നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള ചില ന്യൂട്രിയൻസ് എന്താണെന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ന്യൂട്രിയൻസ് ആണ് ഏത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞു. പിന്നെ വാട്ടറും ഫൈബറും കൂടെ ഈ കൂട്ടത്തിൽ പെടും. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള മേജർ കമ്പോണൻസ് ആണിത്. അപ്പോൾ ഇതിൽ ഏതിനൊക്കെയാണ് നമ്മൾക്കൊരു ന്യൂട്രിയൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ പറഞ്ഞതാണ് ന്യൂട്രിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. അത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയോ തരുന്നുണ്ട് അല്ലേ. എനർജി തരുന്നുണ്ട്, വളരാൻ സഹായിക്കുന്നുണ്ട്, നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഒന്ന്, ഭക്ഷണത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കണം. രണ്ട്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വളർച്ച, ഹെൽത്ത്, എനർജി, ഇത്രയും നമുക്ക് തരണം. ഇങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഭക്ഷണത്തിലെ കമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞത്. വാട്ടർ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ഫൈബേഴ്സ്. അപ്പോൾ ഇതിൽ കാർബോഹൈഡ്രേറ്റ് എടുക്കാം. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് നമുക്ക് എന്ത് തരുന്നുണ്ട്? എനർജി തരുന്നുണ്ട് അല്ലേ. നമ്മൾ ബയോകെമിസ്ട്രിയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കാർബോഹൈഡ്രേറ്റ് നമുക്ക് എനർജി തരുന്നുണ്ട്. ഇപ്പോൾ ഗ്ലൂക്കോസ് ഒക്കെ അല്ലേ നമുക്ക് പെട്ടെന്ന് എനർജി തരുന്നുണ്ട്. പിന്നെ പ്രോട്ടീൻസ് നമ്മളെ വളരാൻ സഹായിക്കുന്നതാണ് അല്ലേ. നമ്മൾ ബോഡി ബിൽഡർ എന്നാണ് പറയുന്നത്. പ്രോട്ടീൻസ് ആർ കോൾഡ് ആസ് ബോഡി ബിൽഡേഴ്സ്. ഫാറ്റ്, ഇതും നമുക്ക് ധാരാളം എനർജി തരും. പക്ഷേ ഈ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആണ് നമ്മുടെ ശരീരത്തിന് അത് ദോഷമാണെന്ന് പറയുന്നത്. കാരണം ബോഡി എപ്പോഴും എനർജി സ്റ്റോർ ചെയ്യുന്നത്, എക്സസ് എനർജി സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഇതിന് രണ്ടിനെയും നമ്മൾ എനർജി പ്രൊഡ്യൂസേഴ്സ് എന്നാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫുഡ് സ്റ്റഫ് അല്ലെങ്കിൽ ന്യൂട്രിയൻസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻ, carbohydrates and fats are called as energy producers. Proteins is classified as body builders. കാരണം പ്രോട്ടീൻസിലുള്ള അമിനോ ആസിഡ്സ് അതാണ് നമ്മുടെ ശരീരത്തിന് വളരാൻ സഹായിക്കുന്നത് അല്ലേ. വളർച്ചയുടെ പ്രായത്തിൽ കുട്ടികൾ കൂടുതൽ കഴിക്കേണ്ടത് പ്രോട്ടീൻസ് ആണെന്ന് പറയാറുണ്ട്. കാരണം ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ബോഡി ഡെവലപ്മെൻറ്റ് അല്ലേ, എവിടെ ഹീലിംഗ്, റിപ്പയർ ഇതൊക്കെ നടക്കുന്നുണ്ടോ പ്രോട്ടീൻ ഇസ് എസെൻഷ്യൽ. ബോഡി ബിൽഡറായിട്ടാണ് പ്രോട്ടീനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വൈറ്റമിൻസും മിനറൽസും നമുക്കൊരു ബേസിക് നോളേജ് ഉണ്ട് അല്ലേ. കുറേ തരം വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ ABCD ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഏതുവരെ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. Z വരെ കേട്ടിട്ടുണ്ടോ? എത്ര ടൈപ്പ് വൈറ്റമിൻസ് ഉണ്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ വൈറ്റമിൻസ് കുറേ ടൈപ്പ് ഉണ്ട് നമുക്കറിയാം അല്ലേ. ഓരോ വൈറ്റമിനും നമ്മുടെ ശരീരത്തിന് ഓരോ ഫങ്ഷനും ഉണ്ട്. ആ ഒരു പെർട്ടിക്കുലർ വൈറ്റമിൻ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യും, ഒരു പ്രത്യേക അസുഖം കാണിക്കും. അതിനാണ് നമ്മൾ ഡെഫിഷ്യൻസി ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ A ഇല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ഡെഫിഷ്യൻസി ഡിസോർഡർ അല്ലേ. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം വൈറ്റമിൻ Aൻ്റെ കുറവാണെന്ന്. റിക്കറ്റ്സ് വന്നാൽ നമുക്കറിയാം വൈറ്റമിൻ Dൻ്റെ കുറവാണെന്ന്. അപ്പോൾ ഓരോ വൈറ്റമിനും നമ്മുടെ ശരീരത്തിന് ഓരോ ജോലിയുണ്ട്. ആ വൈറ്റമിൻ ഒരു ക്വാണ്ടിറ്റിയിൽ ശരീരത്തിൽ ആവശ്യമുണ്ട്. അതിനേക്കാളും കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. കുറഞ്ഞാൽ ഡെഫിഷ്യൻസി ഡിസീസസ് ആയിട്ട് അപ്പിയർ ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഏത്? വൈറ്റമിൻസ്. അല്ലെങ്കിൽ അസുഖം വരും. അതേപോലെ തന്നെയാണ് മിനറൽസ് ഒരുപാടുണ്ട് അല്ലേ. സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, അയൺ, ഓരോന്നിനും ഓരോ ജോലിയുണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അയൺ ബ്ലഡ് ഉണ്ടാവാൻ സഹായിക്കുന്നു അല്ലേ. അയഡിൻ നമ്മുടെ തൈറോയിഡ് ഹോർമോൺ ഉണ്ടാവാൻ സഹായിക്കുന്നു. കാൽഷ്യം എല്ലിൻ്റെയും പല്ലിൻ്റെയും ബലം ഉണ്ടാവണമെങ്കിൽ കാൽഷ്യം വേണം അല്ലേ. അങ്ങനെ ഓരോന്നിനും എന്തുണ്ട്? ഓരോ ഫങ്ഷനുണ്ട്. ഇത് ശരീരത്തിന് ഒരു നെസസറി ക്വാണ്ടിറ്റിയിൽ വേണം. പലതും പല എമൗണ്ടിലാണെങ്കിൽ പോലും കൂടുതലാണോ കുറവാണോ ആ എമൗണ്ടിൽ നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമുണ്ട്. അതിനേക്കാളും കൂടിയാലും കുറഞ്ഞാലും അതെന്ത് വരും? എന്തെങ്കിലും അസുഖത്തിൻ്റെ രൂപത്തിൽ അത് നമുക്ക് പറഞ്ഞു തരുന്നത്. അയൺ കുറവുണ്ടിട്ട് ആ വളർച്ച കാണുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കി തരും അല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ രണ്ടാൾക്കാർ നമുക്ക് വേണം, വൈറ്റമിൻസും മിനറൽസും. അതിൽ ഏറ്റക്കുറച്ചിലുണ്ടായാൽ നമ്മൾക്ക് ശരീരത്തിൽ എന്ത് വരും? അസുഖങ്ങൾ ഉണ്ടാവും, ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ വൈറ്റമിൻസിനെയും മിനറൽസിനെയും നമ്മൾ റെഗുലേറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ദ റെഗുലേറ്റ് ദ ബോഡി. നമ്മൾ ഫാനിൻ്റെ സ്പീഡ് റെഗുലേറ്റർ വെച്ച് കൺട്രോൾ ചെയ്യുന്ന മാതിരി നമ്മളുടെ ബോഡി ഫങ്ഷനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്.
അതുകൊണ്ടാണ് അവർ റെഗുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഈ ന്യൂട്രിയൻസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ പലതായിട്ട് അതിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ച് നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും എന്താണ്, എനർജി പ്രൊഡ്യൂസേഴ്സാണ്. പ്രോട്ടീൻസ് ബോഡി ബിൽഡറാണ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ കൺസിഡേർഡ് ആസ് regulators because they maintain the health of the body. ഇനി നമ്മൾ അടുത്ത കമ്പോണൻ്റ് എടുക്കുക, വാട്ടർ അല്ലേ. വാട്ടർ ഒരു ന്യൂട്രിയൻ്റ് ആണോ? വാട്ടർ നമുക്ക് ഭക്ഷണത്തിൽ കൂടെ കിട്ടുന്നതാണോ? കിട്ടുന്നുണ്ട് അല്ലേ, ഭക്ഷണത്തിൽ കൂടെ കിട്ടുന്നുണ്ട്. വാട്ടർ നമ്മുടെ ശരീരത്തിന് എനർജി തരുന്നുണ്ടോ? നമ്മളുടെ ശരീരത്തിനെ വളരാൻ സഹായിക്കുന്നുണ്ടോ? നമ്മളുടെ ബോഡിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഡയറക്റ്റ്ലി? ഇല്ല അല്ലേ. അപ്പോൾ ഡയറക്റ്റ്ലി വാട്ടർ നമുക്ക് എനർജി തരുന്നില്ല, പക്ഷെ വെള്ളം കുടിച്ചാൽ നമുക്കൊരു ഉഷാർ വയ്ക്കും അല്ലേ. ഡയറക്റ്റ്ലി വാട്ടർ നമ്മളെ വളരാൻ സഹായിക്കുന്നില്ല, പക്ഷെ ഇറ്റ് എഫക്ട്സ് ഗ്രോത്ത്. ഡയറക്റ്റ്ലി നമ്മളുടെ വാട്ടർ നമുക്ക് ഹെൽത്ത് തരുന്നില്ല, ബട്ട് വാട്ടർ ഇല്ലെങ്കിൽ ഹെൽത്ത് വിൽ ബി എഫക്റ്റഡ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇതൊരു ന്യൂട്രിയൻ്റ് ആണോ ചോദിച്ചാലല്ല, പക്ഷെ ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ കമ്പോണൻ്റ് ഓഫ് ദി ബോഡി. വേണമെങ്കിൽ ഇതിനെ റെഗുലേറ്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യും. കാരണം വെള്ളത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ നമ്മുടെ ശരീരത്തിന് എന്തുണ്ടാക്കും? കാരണം നമ്മുടെ ബോഡിയുടെ ഏത് റിയാക്ഷൻ നടക്കണമെങ്കിലും എന്താണ്, വാട്ടർ ഈസ് എസെൻഷ്യൽ അല്ലേ. അപ്പോൾ വാട്ടർ എന്ന് പറയും നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അബൌട്ട് 90% വാട്ടറാണ്. ഈവൺ ഈച്ച് സെൽ അല്ലേ 90% വാട്ടറാണ്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഒരു എസെൻഷ്യൽ കമ്പോണൻ്റ് ആയതുകൊണ്ട് വാട്ടർ ന്യൂട്രിയൻ്റ് എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിലും it is acting as a regulator which control the body. Now what about fiber? Fiber നമുക്ക് ഭക്ഷണത്തിൽ കൂടെ കിട്ടുന്നുണ്ട് അല്ലേ, ഡയറ്ററി ഫൈബർ എന്നാ പറയുന്നത്. ഫൈബർ എനർജി തരുന്നുണ്ടോ? എനർജി തരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാര് കഴിച്ചാൽ പോലെ അല്ലേ. എനർജി കിട്ടുന്നില്ല ഫൈബറിന്. വളരാൻ സഹായിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ബോഡിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഫൈബർ കഴിച്ചില്ല വെച്ചിട്ട് പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങൾ ചിലപ്പോൾ കാണിക്കും അല്ലേ. ഫൈബർ ഒരു ന്യൂട്രിയൻ്റ് അല്ല, കാരണം ഡയറക്റ്റ്ലി ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും നമുക്ക് തരുന്നില്ലെങ്കിൽ പോലും ഇറ്റ് ഈസ് ആൻ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് അവർ ഡയറ്റ്. അത് കഴിച്ചില്ലെങ്കിൽ കഴിച്ച സാധനങ്ങൾ പുറത്തേക്ക് പോകില്ല, ആ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് തന്നെ വരുന്നുണ്ട് ഫൈബർ. അപ്പോൾ അത് നമുക്ക് അവിടെ നോക്കാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഒരു ന്യൂട്രിയൻ്റ് ആണോ ചോദിച്ചാൽ ന്യൂട്രിയൻ്റ് അല്ല, ബട്ട് ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡെയിലി ഡയറ്റ്. ആണ് ഫൈബറിൻ്റെ ഇമ്പോർട്ടൻസ്. ഇറ്റ് ഇസ് ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് അവർ ഡയറ്റ്. ഓക്കെ, സോ ദീസ് ആർ ദി മേജർ കമ്പോണൻസ് ദാറ്റ് വി ടേക്ക് ഇൻ ത്രൂ ദ ഫുഡ്. വാട്ടർ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അതിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഏതാണ്, എനർജി പ്രൊഡ്യൂസറാണ്. പ്രോട്ടീൻ ബോഡി ബിൽഡറാണ്. വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ ആർ റെഗുലേറ്റർ. ഫൈബർ inevitable part of our diet. Okay, so these are the major components that are present in the food. ഇനി നമ്മൾ ഒരു മോഡ് ഓഫ് ന്യൂട്രീഷൻസ് നോക്കുകയാണെങ്കിൽ, പൊതുവെ ലിവിങ് ഓർഗാനിസംസിൽ കാണുന്ന മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കുകയാണെങ്കിൽ, ഹൗ വി ഒബ്റ്റെയിൻ ദി ഫുഡ് പറഞ്ഞു, എൻവയോൺമെൻറ്റ് നിന്നാണെന്ന് പറഞ്ഞു അല്ലേ. വി പ്രൊക്യൂർ, ഓൾ ദി ലിവിങ് ഓർഗാനിസംസ് പ്രൊക്യൂർ ദെയർ ഫുഡ് മെറ്റീരിയൽ ഫ്രം ദി എൻവയോൺമെൻറ്റ്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അതിനെയാണ് നമ്മൾ ഹൗ വി പ്രൊക്യൂർ അവർ ഫുഡ്, ഹൗ വി പ്രൊക്യൂർ അവർ ന്യൂട്രിയൻസ്, ഇതിനെയാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ദ മെത്തേഡ് ബൈ വിച്ച് ദ ഓർഗാനിസം ഒബ്റ്റെയിൻ ഫുഡ്. ഇത് ബ്രോഡ്ലി ദർ ആർ 2 മെത്തേഡ്സ്, 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹോളോട്രോഫിക് ന്യൂട്രീഷൻ, ഓൾസോ കോൾഡ് ആസ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. പിന്നുള്ളത് ഏതാണ്, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ഇനി ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ, ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താ, സെൽഫ് എന്നർത്ഥം. ട്രോഫിക് refers to ന്യൂട്രീഷൻ. അപ്പോൾ ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ, സെൽഫ് ന്യൂട്രീഷൻ. ദറ്റ് മീൻസ് ദ ഓർഗാനിസം synthesize its own food materials or nutrients using the raw materials they obtain from the environment. സ്വയം പാചകം ചെയ്യുന്ന ആൾക്കാർ അല്ലേ, ഓട്ടോട്രോഫിക് ഓർഗാനിസം. ഇനി ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ, ഹെട്രോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ, അതർ എന്നാണ്. ട്രോഫിക് refers to ന്യൂട്രീഷൻ. അപ്പോൾ ഹെറ്ററോട്രോഫിക് എന്ന് പറയുമ്പോൾ അതർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാലോ, ദേ ഡിപ്പെൻഡ് അപ്പോൺ അതർ ഓർഗാനിസംസ് ഫോർ ദ ഫുഡ് മെറ്റീരിയൽ. ഒന്നുമില്ല മറ്റ് ഓട്ടോട്രോഫ്സിനെ ആവാം, അതല്ലെങ്കിൽ മറ്റ് ഹെറ്ററോട്രോഫ്സിനെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. സോ ദർ ആർ 2 മേജർ മോഡ് ഓഫ് ന്യൂട്രീഷൻ.
ഏതൊക്കെയാണ്? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആൻഡ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ഇനി ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ അല്ലേ, നമ്മൾ പറഞ്ഞ സെൽഫ് ന്യൂട്രീഷൻ ആണ്. അതായത് യൂട്ടിലൈസിങ് ദ റോ മെറ്റീരിയൽസ് ഫ്രം ദി എൻവയോൺമെന്റ്, ഓർഗാനിസംസ് ആർ പ്രിപ്പയറിംഗ് ദെയർ ഓൺ ഫുഡ്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഫോട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആൻഡ് കീമോട്രോഫിക് ന്യൂട്രീഷൻ. അത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഫോട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. ലൈറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? കാർബോഹൈഡ്രേറ്റ് സിന്തസൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് ഈ ലൈറ്റിനെ ട്രാപ്പ് ചെയ്യണമെങ്കിൽ ആര് വേണം? ക്ലോറോഫിൽ വേണം. ക്ലോറോഫിലിന് മാത്രമാണ് ലൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും, സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ക്ലോറോഫിലുള്ള എല്ലാ ഓർഗാനിസംസും ഫോട്ടോസിന്തസിസ് ആണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്ലോറോഫിലിന് ഗ്രീൻ കളർ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് പറയും? ഗ്രീൻ പ്ലാന്റ്സ് എല്ലാം ഏതാണ്? ഫോട്ടോസിന്തസിസ് അണ്ടർഗോ ചെയ്യുന്ന ഓട്ടോട്രോഫ്സ് ആണ്. ഇനി കീമോട്രോഫിക് ഇപ്പം എന്തായിരിക്കും? കീമോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ചില കെമിക്കൽ റിയാക്ഷൻസ് അല്ലെ, ഓക്സിഡേഷൻ, റിഡക്ഷൻ പോലെയുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉപയോഗിച്ചിട്ട് അവർ ഫുഡ് സിന്തസൈസ് ചെയ്യുകയാണെങ്കിൽ, എനർജി ട്രാപ്പ് ചെയ്യുകയാണെങ്കിൽ അവരെ കീമോട്രോഫിക് എന്ന് വിളിക്കും. ആ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ, ഓട്ടോട്രോഫിക് ന്യൂട്രീഷനാണ് കീമോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചില ബാക്ടീരിയാസ് അല്ലെ, അയൺ ബാക്ടീരിയ, സൾഫർ ബാക്ടീരിയ, മെത്തനോജൻസ്, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? നൈട്രസൈൻ ബാക്ടീരിയാസ് ഓക്സിജൻ ഉപയോഗിച്ചിട്ട് ഓക്സിഡേഷൻ നടത്തുന്നു. സോറി, എനൈറോബിക് കണ്ടീഷൻസിൽ, ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനിൽ ഇവരെന്ത് ചെയ്യണം? ഈ കെമിക്കൽ റിയാക്ഷൻസ് നടത്തുന്നു. അതുവഴി ഇവരെന്ത് ചെയ്യണം? എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് ഇല്ലാതിരുന്ന സമയത്ത് ആദ്യം നടന്നത് എന്തായിരിക്കാം? കീമോട്രോഫിക് ന്യൂട്രീഷൻ ആയിരിക്കും. അപ്പോൾ അതാണ് ഇത് കീമോട്രോഫിക് ന്യൂട്രീഷൻ. ഓക്കെ, അപ്പോൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നിൽ ഫോട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആകും, അത് ഗ്രീൻ പ്ലാന്റ്സ് ആണ്. പിന്നെ കീമോട്രോഫിക് ന്യൂട്രീഷൻ, അത് ഈ ബാക്ടീരിയാസ് ആണ്. ഇനി ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്താണ്? സ്വന്തമായിട്ട് ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? ഓർഗാനിക് സബ്സ്റ്റൻസസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല പ്ലാന്റ്സിനെ അല്ലെങ്കിൽ അനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഓട്ടോട്രോഫ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അതർ ഹെറ്ററോട്രോഫ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം എല്ലാ അനിമൽസും അല്ലേ, പിന്നെ കീമോട്രോഫിക് അല്ലാതെയുള്ള ബാക്ടീരിയാസ്, അതേമാതിരി ഫംഗസ്, ഇതെല്ലാം ഏതിൽ പെടും? ഹെറ്ററോട്രോഫ് എന്ന് വിളിക്കും. ദേ ആർ അണ്ടർഗോയിങ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ഇനി ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ പല ടൈപ്പ് ഉണ്ട്. സാപ്രോട്രോഫിക് ഉണ്ട്, പാരസൈറ്റിക് ഉണ്ട്, ഹോളോസോയിക് ഉണ്ട്. സാപ്രോട്രോഫിക് എന്ന് പറയുമ്പോൾ ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ദി ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയൽസ് അല്ലെ. ഇപ്പോൾ ഫംഗസ്, ചില ബാക്ടീരിയാസ് സാപ്രോട്രോഫിക് ആണ്. അതായത് സെമി ഡീക്കേയിങ് ആയിട്ടുള്ള ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യും. അതാണ് സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ. അങ്ങനെയുള്ള അനിമൽസിന് നമുക്ക് സാപ്രോട്രോഫ്സ് എന്ന് വിളിക്കാം. പിന്നെ പാരസൈറ്റിക് ന്യൂട്രീഷൻ നമുക്കറിയാം എന്താണ്? സ്റ്റീലിംഗ് ദ ഫുഡ് മെറ്റീരിയൽ അല്ലേ. വേറൊരാൾ പാചകം ചെയ്ത് വെച്ചിട്ടുള്ള ഭക്ഷണത്തിന് എന്ത് ചെയ്യുക? അയാളോട് ചോദിക്കാതെ എടുക്കുക. പേന് നമ്മളോട് ചോദിച്ചിട്ടാണോ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കുടിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ എല്ലാ ന്യൂട്രിയൻസും ഇവിടേക്ക് അബ്സോർബ് ചെയ്യുന്ന ബ്ലഡിലേക്ക്. ആ ബ്ലഡ് ആര് കട്ടെടുക്കും? തലയിലുള്ള പേന് കട്ടെടുക്കും, അല്ലെങ്കിൽ കൊതു കട്ടെടുക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ കൊതു പാരസൈറ്റ് ആണ്, വെക്ടറും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനിമൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് ന്യൂട്രീഷനാണ് പാരസൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ആരാണോ കട്ടെടുക്കുന്നത് അല്ലേ, അത് പാരസൈറ്റാണ്. ഇനി ആരുടെയാണോ കട്ടെടുക്കുന്നത്, അത് ഹോസ്റ്റാണ്. ഓക്കെ, ഇനി ഈ ഹോസ്റ്റിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവിക്കാം, ഹോസ്റ്റിൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് ജീവിക്കാം. അതനുസരിച്ചിട്ട് എൻഡോ പാരസൈറ്റ്സും എക്ടോ പാരസൈറ്റ്സും ഉണ്ട്. എൻഡോ പാരസൈറ്റ് എന്ന് പറയുമ്പോൾ അത് ശരീരത്തിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കാണുന്ന വിരകൾ അല്ലേ, ടൈപ്പ് വം പോലെയുള്ള വിരകൾ, എൻഡോ പാരസൈറ്റ്സ്. എക്ടോ പാരസൈറ്റ്സ് എന്ന് പറയുമ്പോൾ തേന്, അട്ട, ലീച്ച് അല്ലേ, അതൊക്കെ ഏതാണ്? എക്ടോ പാരസൈറ്റ്സ്. അപ്പോൾ എൻഡോ പാരസൈറ്റ്സും എക്ടോ പാരസൈറ്റ്സ് സ്റ്റീലിംഗ് ഫുഡ്. ഇനി ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാലോ ഹയർ ഓർഗാനിസംസ് ഫോളോ ചെയ്യുന്നതാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ. അത് ഫുഡ് ഇസ് കൺസ്യൂംഡ് ആസ് ഹോൾ അല്ലേ, നമ്മൾ ഉരുട്ടി വിഴുങ്ങാന്നൊക്കെ പറയുന്ന മാതിരി എന്താണ്? ആനിമൽസോ പ്ലാന്റ് പാർട്സോ ഹോൾ ആയിട്ട് ദേ ആർ ടേക്കിംഗ് ഇൻ ദ ഫുഡ്. അതിനാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടാവും, പ്രത്യേക ഡൈജസ്റ്റീവ് ഓർഗൻസ് ഉണ്ടാവും, ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടാവും. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്ന ഡൈജസ്റ്റ്. അപ്പോൾ ഹ്യൂമൻസ് ഒക്കെ ഹോളോസോയിക്കിൽ പെടുന്നതാണ്. അതിന് പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഫ്രൂജിവോറി, ഗ്രാനിവോറി എന്നൊക്കെ പറഞ്ഞിട്ട്, ഹെർബിവോറി, കാർണിവോറി, ഓംനിവോറി, അതൊക്കെ ഹോളോസോയിക് ന്യൂട്രീഷൻ്റെ പല ടൈപ്പാണ്. അത് അത്രയ്ക്ക് ഡീറ്റെയിൽഡ് പോകണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഗ്രാനിവോറി എന്താ, ഫ്രൂജിവോറി എന്താ, ഇൻസെക്ടിവോറി എന്താ, കോപ്രോഫേജി എന്താന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. കോപ്രോഫേജി എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ്, അതായത് സ്വന്തം ഫീക്കൽ മാറ്റർ തന്നെ വീണ്ടും കഴിക്കുന്നതിനാണ് കോപ്രോഫേജി എന്ന് പറയുന്നത്. റാബിറ്റ്സ് ഒക്കെ അണ്ടർഗോ ചെയ്യും.
ഓക്കെ, അത് പല ടൈപ്പ് ഉണ്ട് ഹോളോസൈറ്റിക് ന്യൂട്രീഷൻ.